അരുൺ എന്നാണ്. ഞാൻ പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ലായ്ക്കടുത്ത് കുമ്പനാടെന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാനൊരു മെക്കാനിക്കൽ എൻജിനീയറാണ്. എല്ലാത്തിനുപരി ഞാനൊരു അക്രൈസ്തവനാണ്. ഞാനൊരു ഹിന്ദു കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ എനിക്കിവിടെ പറയാനുള്ളത്, ദൈവം കുറേ അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് 2019 ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നത്. അന്ന് ഞാൻ എൻജിനീയറിംഗ് എല്ലാം കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ്. അച്ഛനും ജോലിയില്ല, അമ്മയ്ക്ക് ജോലിയില്ല, പിന്നെ സ്വാഭാവികമായിട്ട് എനിക്കും ജോലിയില്ല. ആ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ഇവിടെ വന്നു, 2019 ഇവിടെ എത്തി. എല്ലാവർക്കും ലഭിച്ചതുപോലെ തന്നെ എനിക്കും പത്രം കിട്ടി. അച്ഛനായിരുന്നു പത്രം കിട്ടിയിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഒന്നും അറിയില്ല, ഇവിടെ വന്നു എന്താണെന്നറിഞ്ഞില്ല. ഉടമ്പടി എടുത്തു കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് ഒന്നും കൃത്യമായിട്ടുള്ള ധാരണയില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് നാളുകൾ കഴിഞ്ഞു. വീട്ടിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഒരു നല്ല ഫോൺ പോലും കയ്യിലില്ല ഉടമ്പടി ആരാധന കൂടാൻ. അപ്പോൾ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അന്ന് വേറെ ഒന്നിനും കുറവുണ്ടാന്ന് പറഞ്ഞാലും എനിക്ക് നല്ലൊരു ഫോൺ കിട്ടി. അങ്ങനെ അച്ഛനും അമ്മയും ഞാനും ചേർന്ന് ഉടമ്പടി ആരാധന കൂടാൻ തുടങ്ങി. അപ്പോൾ ഏറ്റവും കൂടുതൽ സഹായിച്ചൊരു കാര്യം എന്ന് പറയുന്നത് യൂട്യൂബ് ചാനലാണ്. അതിനകത്തൂടെ അച്ഛൻ്റെ കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കിട്ടാൻ തുടങ്ങി. എങ്ങനെയാണ് ആരാധന കൂടേണ്ടത്, എങ്ങനെയാണ് പ്രാർത്ഥന ചൊല്ലേണ്ടത്. അപ്പോൾ അതിനകത്തെല്ലാം അച്ഛൻ പറയുന്നുണ്ട്, ഇത് ചൊല്ലുന്ന പ്രാർത്ഥനയല്ല, ചെയ്യുന്ന പ്രാർത്ഥനയാണെന്നുള്ള കാര്യം. അപ്പോൾ ഞങ്ങളതിങ്ങനെ കൃത്യമായിട്ട് ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ എനിക്ക് ജോലിയില്ലായിരുന്നു. ഞാൻ മുംബൈയിലേക്ക് പോയി, എൻ്റെ കസിൻ്റെ വീട്ടിലേക്ക്. അങ്ങനെ അവിടെ എല്ലാം കുറേ അന്വേഷിച്ചു, ഒരു ജോലി പോലും എനിക്ക് കിട്ടിയില്ല. പിന്നെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അപ്പോൾ ആ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. അപ്പോൾ ഞാൻ ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട ഉടനെ തന്നെ എനിക്ക് എൻ്റെ ഒരു കസിൻ ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ഇവിടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, നീ നാട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നാട്ടിലേക്ക് വന്നു. നേരെ വീട്ടിലോട്ട് വരുന്നതിൻ്റെ മുന്നേ ആദ്യം കൃപാസനത്തിൽ വന്നു. അമ്മയോട് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു, അമ്മ ഇതാണ് എൻ്റെ അവസ്ഥ, എങ്ങനെയും എനിക്ക് ഈ ജോലി തരണം എന്ന് പറഞ്ഞു. പിന്നെ അമ്മയുമായിട്ടുള്ളൊരു അറ്റാച്ച്മെൻറ്റ് ഭയങ്കരമാണ് എനിക്ക്. അപ്പോൾ അമ്മയോട് ഞാൻ ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു. അപ്പോൾ ഇവിടെ മുട്ടമ്മയിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഒരു ഇൻ്റർവ്യൂവിന് പോയി എനിക്ക് ആ ജോലി കിട്ടി. ഒരു ഫ്രഷർ, ഒരു ട്രെയിനിങ് കോർഡിനേറ്ററിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഇൻറ്റേർണൽ ട്രെയിനറായി, അവിടുന്ന് ഡീലർ ഇൻ ഹൗസ് ട്രെയിനറായി. അപ്പോൾ ആ സമയത്തെല്ലാം ദൈവം കൂടെ ഉണ്ടായിരുന്നു. അതെങ്ങനെ പറഞ്ഞ് തരണമെന്ന് എനിക്കറിയില്ല. കാരണം ഞാനൊരു എൻജിനീയറാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതെല്ലാവരോടും പറയുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരോട് പറയുമ്പോൾ എല്ലാവരും അത് ബ്രെയിൻ കൊണ്ടേ ചിന്തിക്കത്തുള്ളൂ, അല്ലെങ്കിൽ ബുദ്ധി കൊണ്ടേ ചിന്തിക്കത്തുള്ളൂ. പക്ഷേങ്കിൽ ഹൃദയം കൊണ്ട് ചിന്തിച്ചാൽ മാത്രമേ ദൈവം തന്ന എന്താണ് എന്ന് എല്ലാവർക്കും മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ അങ്ങനെ കൊറോണ ആ സമയത്ത് തന്നെയാണ് കൊറോണ വന്നത്. അപ്പോൾ കൊറോണ കാലമായി, എല്ലാം ഷട്ട് ഡൗൺ ആയി, ഫുൾ ലോക്ക്ഡൗൺ ആയിരുന്നൊരു കാലം. അപ്പോൾ ആ സമയത്തും പ്രത്യേകിച്ചൊരു വരുമാനം, ഒരു തുച്ഛമായിട്ടുള്ള ഒരു വരുമാനത്തിൽ ദൈവം അടിപൊളിയായിട്ട് കൊണ്ടുപോയി ജീവിതം. ഒരു അല്ലലുമില്ല, ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ദൈവം കൊണ്ടുപോയി, ഇന്നും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ അച്ഛനായിരുന്നു അന്ന് ഉടമ്പടി എടുത്തത്. പക്ഷേ പിന്നെ അക്രൈസ്തവർക്ക് ഉടമ്പടി പുതുക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ട് വന്നു. അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഭയങ്കര സങ്കടം വന്നു. ഉടമ്പടി ആകെയുള്ളൊരു പ്രതീക്ഷ കൃപാസനമാണ്. എൻ്റെ കുടുംബത്തിനുള്ള ആകെയുള്ള അസറ്റ് എന്ന് പറയുന്നത് ദൈവം മാത്രമാണ്. അപ്പോൾ ഇനി ഉടമ്പടി പുതുക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളത് സങ്കടമായി. തിരിച്ച് 2019 കഴിഞ്ഞ് ഞാൻ ജോലിക്ക് കയറി. അത് കഴിഞ്ഞ് 2021 ആയപ്പോഴത്തേക്ക് ഞാൻ ടെക്നിക്കൽ ട്രെയിനറാണ്. അപ്പോൾ എൻ്റെ ട്രെയിനിങ്ങിന് ആവശ്യമായിട്ട് ഞാൻ പ്ലാന്റിൽ പോകാറുണ്ട്. ഞാൻ ആക്ച്വലി ജോലി ചെയ്യുന്നത് ഡീലർഷിപ്പിലാണ്. അപ്പോൾ ഞാൻ പ്ലാന്റിൽ ട്രെയിനിങ്ങിന് വേണ്ടി പോകാറുണ്ട്. അപ്പോൾ ട്രെയിനിങ്ങിന് വേണ്ടി പോകുമ്പോൾ ഞാൻ അവിടെ കാണും R&D, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഞാൻ ആ ഏരിയയിലൊക്കെ നോക്കുമ്പോഴത്തേക്ക് അങ്ങോട്ട് കടക്കാൻ പോലും പറ്റില്ല. കാരണം ഭയങ്കര കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഏരിയയാണ്. എൻജിനീയേഴ്സ് അതല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുന്നവർക്ക് മാത്രമേ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ എനിക്കും ഇവിടെ ജോലി കിട്ടിയാൽ കൊള്ളായിരുന്നു, അമ്മ എനിക്കിവിടെ ജോലി തരണം. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, കാരണം എനിക്ക് ഓരോ വീഡിയോസ് അല്ലെങ്കിൽ ഓരോ യൂട്യൂബിനുള്ള ഓരോ വീഡിയോസ് കാണുമ്പോൾ പുതിയ അറിവ് കിട്ടും. അച്ഛൻ എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ട് പഠിപ്പിക്കും. പിന്നെ അച്ഛൻ്റെ ടോക്ക് ഭയങ്കര സിമ്പിളാണ്, പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയാണ്. എല്ലാവർക്കും, എന്നെപ്പോലുള്ള ആൾക്കാർക്ക് വരെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് അച്ഛൻ്റെ ടോക്കെല്ലാം. അപ്പോൾ
അച്ഛൻ്റെ പ്രാർത്ഥനകൾ കൂടുന്ന സമയത്ത് നമ്മൾ ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്താണെങ്കിലും പെട്ടെന്നൊന്ന് ബൂസ്റ്റ് ആവും. ഓക്കെ, ദൈവം ഉറപ്പായിട്ടും കൂടെ. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, നമ്മൾ ഡൗട്ട്ഫുള്ളായിട്ട് ഒരിക്കലും പ്രാർത്ഥിക്കരുത്. നമ്മൾ ഉറപ്പിച്ച് പറയണം, മാതാവ് എന്തായാലും എന്നെ കാക്കും. ഞാൻ പറയുന്ന കാര്യം മാതാവ് എന്തായാലും കാത്തുള്ളൂ. അങ്ങനെ മാതാവ് അത് ഏറ്റെടുത്ത്, അച്ഛൻ പറയുന്ന പോലെ എൻ്റെ ഫയല് മാതാവ് ഏറ്റെടുത്ത് അങ്ങനെ ഞാൻ ഇവിടെ വന്ന് 2021 നവംബർ 27 ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുക്കുന്ന മുൻപേ തന്നെയും ഞാൻ ആരാധന കൂടുമായിരുന്നു, ബൈബിള് വായിക്കുമായിരുന്നു, ജപമാലകൾ ചൊല്ലുമായിരുന്നു. അങ്ങനെ തന്നെയായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഉടമ്പടി എടുത്തതിന് ശേഷം അത് ഇച്ചിരി കൂടെ സ്ട്രോങ് ആയി. എല്ലാ ആഴ്ചയിലും എനിക്ക് ഓഫീസ് ടൈമിൽ എനിക്ക് ഇവിടെ ആരാധന കൂടാൻ പറ്റില്ല. അപ്പോൾ ഞാൻ സൺഡേസിൽ ഞാൻ ആരാധന കൂടും. ആരാധന കൂടിക്കഴിഞ്ഞതിന് ശേഷം എല്ലാ ദിവസവും ഞാൻ ബൈബിൾ വായിക്കും, എല്ലാ ദിവസവും ഞാൻ കൊന്ത ചൊല്ലും. എന്താണോ അച്ഛൻ പറയുന്നത് അത് അതേപടി പോലെ ഞാൻ എത്രമാത്രം എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുമോ അത്ര ഞാൻ ചെയ്യേണ്ടതായിരുന്നു. വീട്ടിലും അതുപോലെ തന്നെ എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോയി. അങ്ങനെ ദൈവം എൻ്റെ ഫയൽ അച്ഛൻ പറയുന്ന പോലെ ഏറ്റെടുത്തു. എനിക്ക് കഴിഞ്ഞ മാസം ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എഞ്ചിനീയറായിട്ട് തന്നെ ഒരു മാനുഫാക്ചറർ, വൺ ഓഫ് ദ ബെസ്റ്റ് മാനുഫാക്ചറിൽ എനിക്ക് ജോലി കിട്ടി. ചെന്നൈയിലാണ്. അപ്പോൾ അതാണ് എൻ്റെ വലിയൊരു എൻ്റെ ജീവിതത്തിൽ. കാരണം മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്നാണ്. അപ്പോൾ ആ ഒരു വചനം ഞാൻ വിശ്വസിച്ചു. ദൈവം ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുന്നു, ഒരു കുഴപ്പമില്ല. ഇത് കൂടാതെ തന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, ഇത് കൂടാതെ തന്നെ അനവധിയായിട്ടുള്ള അനുഗ്രഹങ്ങൾ തരുന്നുണ്ട്. കാരണം ഒരു നിവൃത്തിയില്ലാത്തൊരവസ്ഥയിൽ നിന്ന് ഇന്ന് ദൈവം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു കുഴപ്പമില്ല, ഒരു വരുമാനവും ഇല്ലാത്തൊരു വീടിനെ ദൈവം ഒരു അല്ലലും ഇല്ലാതെ കൊറോണ കാലത്തും നന്നായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു ടെക്നിക്കൽ ട്രെയിനറിൽ നിന്ന് ഇന്ന് ഞാനൊരു റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എഞ്ചിനീയറായി, എസ്പെഷ്യലി ഡയഗ്നോസ്റ്റിക്സിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ മാതാവ് തന്ന ഒരു അനുഭവമാണ്. പിന്നെ അത് കൂടാതെ തന്നെ എൻ്റെ സഹപ്രവർത്തനമുള്ള, നേരത്തെ കമ്പനിയിൽ സഹപ്രവർത്തനമുള്ള വിനോദേട്ടന് 2 ഇരട്ട കുട്ടികളെ കൊടുത്ത് ദൈവം അനുഗ്രഹിച്ചു. ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇടാൻ പറഞ്ഞതിന് ശേഷമാണ് അത് സംഭവിച്ചത്. അതിനുശേഷം എൻ്റെ വേറൊരു ഫ്രണ്ടായിട്ടുള്ള ബിനു എന്ന് പറയുന്ന ചേട്ടനും അദ്ദേഹത്തിൻ്റെ വൈഫിന് നടുവേദന എല്ലാം പൂർണ്ണമായിട്ട് മാറി. അതും ഈ ഇവിടെ ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇടാൻ പറഞ്ഞു, പക്ഷേ പുള്ളി അത് ഇട്ടില്ല. പക്ഷേങ്കിൽ ഞാൻ കൊടുത്ത പ്രാർത്ഥന പുള്ളി രാവിലെ എണീച്ച് പ്രാർത്ഥിച്ചു. പെട്ടെന്ന് എന്നോട് പറഞ്ഞു, രാവിലെ വന്നിട്ട് പറഞ്ഞു, എടാ എൻ്റെ വൈഫ് ഇങ്ങനെ പറയുന്നു, ദേഹത്ത് നിന്ന് എന്തോ വിട്ടുമാറി, അത് ഇവിടെ പ്രാർത്ഥിച്ചതിനെ പിന്നെയാണ് ഞങ്ങളും എൻ്റെ കുടുംബം ഇവിടെ വരാൻ പോകുന്നത്. അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പോഴേ ഞാൻ എല്ലാവരോടും ഞാൻ പറയും, എൻ്റെ ദൈവം ഇത്രയും വലിയൊരു ദൈവമാണെന്നുള്ള കാര്യം. അങ്ങനെ പിന്നെ എൻ്റെ വല്യമ്മച്ചിയുടെ കണ്ണിന് കുഴപ്പമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉടമ്പടി തൈലം കൊടുത്തു. അത് തേച്ചതിന് ശേഷം കാഴ്ച കിട്ടി. ഇതെല്ലാം ദൈവം തന്ന വലിയ അനുഗ്രഹമാണ്. എൻ്റെ കൂട്ടുകാരിക്കൊരു ജോലി കിട്ടി, അതും ഞാൻ ഇവിടെ പ്രാർത്ഥിച്ചതിന് ഫലമായിട്ടാണ് കിട്ടിയത്. പിന്നെ ഇതൊക്കെയാണ് എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ. ഇനി ഞാൻ ഉടമ്പടി എങ്ങനെ കൊണ്ടുപോയെന്നുള്ള കാര്യം പറയാം. ഉടമ്പടി പ്രാർത്ഥനയിൽ അച്ഛൻ പറയുന്ന പോലെ ചൊല്ലുന്ന പ്രാർത്ഥനയല്ല, ഇത് ഏറ്റവും കൂടുതൽ ചെയ്യുന്ന പ്രാർത്ഥനയാണെന്നാണ് അച്ഛൻ എപ്പോഴും അത് ഫോക്കസ് ചെയ്ത് പറയാറുണ്ട്. എന്നെ സംബന്ധിച്ചിട്ട് അച്ഛൻ പറയുന്ന കാര്യങ്ങളിലാണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യാറുള്ളത്. കാരണം അച്ഛൻ ഓരോ തവണ ആരാധന കൂടുന്ന സമയത്ത് അച്ഛൻ പുതിയ കാര്യങ്ങൾ പറഞ്ഞു തരും. അത് പഠിക്കാൻ പറ്റും നമുക്ക് നന്നായിട്ട്. എങ്ങനെയാണ് ദൈവത്തിനെ കൃത്യമായിട്ട് ആരാധിക്കേണ്ടത് എന്നുള്ളത് അച്ഛൻ കൃത്യമായിട്ട് പറയും. പ്രത്യേകിച്ച് ഞാനൊരു ഹൈന്ദവ കുടുംബത്തിൽ നിന്ന് വന്നതായതുകൊണ്ട് തന്നെ എങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ അച്ഛൻ കൃത്യമായിട്ട് അത് പറഞ്ഞു തരും, നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു തരും. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലാറുണ്ടായിരുന്നു, രാത്രി ഉടമ്പടി പ്രാർത്ഥന ചൊല്ലാറുണ്ട്. പിന്നെ ഇത് കൂടാതെ തന്നെ ജപമാലകൾ എന്നും ഞാൻ ചൊല്ലാറുണ്ട്. പിന്നെ വചനം എന്നും വായിക്കാറുണ്ട്. പിന്നെ ഏതെങ്കിലും കാരണവശാൽ എനിക്ക് ഉടമ്പടി പ്രാർത്ഥന അല്ലെങ്കിൽ രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലാൻ പറ്റുന്ന അവസരം വരും. അതായത് രാവിലെ ഞാൻ പെട്ടെന്ന് വീട്ടിൽ നിന്ന് 4 മണിക്കൊക്കെയാണ് വീട്ടിൽ നിന്ന് പോകുന്നതെങ്കിൽ ഞാൻ ബസ്സിലിരിക്കുമ്പോൾ അച്ഛൻ വീട്ടിൽ മെഴുകുതിരി കത്തിച്ചിട്ട് വിളിച്ച് പറയും പ്രാർത്ഥിച്ചു തുടങ്ങി. അപ്പോൾ ഞാൻ ബസ്സിൽ ഇരുന്നുകൊണ്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും. അങ്ങനെ മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം അമ്മയോട് ഞാൻ പറയും. ഏതെങ്കിലും കാരണവശാൽ മുടങ്ങി കഴിഞ്ഞാൽ അമ്മയോട് പറയാം, അമ്മേ ഇന്നത്തേക്കൊന്ന് ഒരളവ് തന്നേക്കണേ, ബാക്കി ഞാൻ ചൊല്ലിക്കോളാം എന്ന് ഞാൻ അമ്മയോട് പറയും. പക്ഷേ ഇതുവരെ ഒരു കുഴപ്പവും എനിക്ക് ഉണ്ടായിട്ടില്ല. അങ്ങനെ കാരുണ്യ പ്രവർത്തികളാണെന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടുന്ന തുച്ഛമായിട്ടുള്ള വരുമാനത്തിൽ തന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ഞാൻ കാരുണ്യ പ്രവർത്തി ചെയ്യാറുണ്ടായിരുന്നു. അനാഥാലയ മന്ദിരങ്ങളെ സന്ദർശിച്ച് രോഗികളെ കാണാറുണ്ടായിരുന്നു. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് എന്ന് വേണേൽ പറയാം എൻ്റെ ജീവിതത്തിൽ വന്ന കുറച്ച് മാറ്റങ്ങൾ. കാരണം
ദൈവം കൂട്ടത്തിൽ വരുമ്പോൾ, അല്ലെങ്കിൽ മാതാവ് കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ തിങ്കിങ് സ്റ്റൈൽ തന്നെ മാറും. ഇത്രയും നാളും ചിന്തിച്ച രീതിയിലല്ല എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നത്. ഇപ്പോൾ പുതിയ രീതിയിലാണ്, ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെ പോകണം, ഈ വഴിക്ക് പോകണം എന്ന് നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞു തരും. അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കാരുണ്യപ്രവൃത്തിയാണ്. പിന്നെ പ്രേക്ഷിത വില എന്ന് പറഞ്ഞാൽ എൻ്റെ കർത്താവിന് വേണ്ടി വർക്ക് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരം ഞാൻ പഴക്കാറില്ല. കർത്താവിൻ്റെ നാമം വേറെ എടുത്തിട്ടും പറയാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ പറയും. അങ്ങനെ ഇവിടുന്ന് എനിക്ക് പത്രം കിട്ടിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, ചുമ്മാ പത്രം കൊടുക്കാൻ പാടില്ല, നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് പത്രം കൊടുക്കണമെന്ന്. അപ്പം ഞാൻ പത്രം എടുക്കും, വീട്ടിൽ നിന്ന് ആദ്യം ഒരു പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും, എന്നിട്ട് വണ്ടി എടുക്കും. വണ്ടിയിൽ ഞാനിങ്ങനെ ഓരോ വീടുകളിൽ പോവും. വീട്ടിൽ കയറുന്നതിന് മുന്നേ ഒരു സ്വർഗ്ഗസ്ഥനാപിതാവേ നന്മ നിറഞ്ഞ മറിയമേയും ചൊല്ലിയതിന് ശേഷം മാത്രമാണ് ഞാൻ ആ പത്രം കൊടുക്കാറുള്ളത്. അങ്ങനെ പത്രം കൊടുത്തിട്ട് ഞാൻ വീട്ടിൽ വന്നോ അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസമോ എന്തെങ്കിലും ഒരു മാറ്റം ദൈവം എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടാവും. അപ്പം ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ കൊണ്ടുവരുന്നത് അച്ഛൻ എപ്പോഴും പറയാറുണ്ട്, അല്ലെങ്കിൽ വചനം പറയാറുണ്ട്, ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. അതുകൊണ്ട് ദൈവം അങ്ങനെ ഒരാൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു ഇന്ന ജാതിക്ക് വേണ്ടിയുള്ളതെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ദൈവം എല്ലാവർക്കും ഉള്ള ദൈവമാണ്. അത്രയും നല്ലവനായൊരു ദൈവമാണ് നമ്മുടെ ദൈവം. പിന്നെ കുർബാന എല്ലാ സമയത്തും കൂടാൻ ഞാൻ ശ്രമിക്കും. മാക്സിമം എനിക്ക് അവസരം കിട്ടുന്ന സമയത്തെല്ലാം കുർബാന കൂടാൻ വേണ്ടി ഞാൻ ശ്രമിക്കും. പക്ഷേ ഒരു അക്രൈസ്തവനായതുകൊണ്ട് കർത്താവിനെ സ്വീകരിക്കാനുള്ള എനിക്ക് യോഗ്യതയില്ല. പക്ഷേങ്കിൽ അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം പ്രാർത്ഥന ഞാൻ ഫോണിൽ സ്ക്രീൻഷോട്ടായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കർത്താവിനെ സ്വീകരിക്കുമ്പോൾ ഞാൻ മുട്ടുകുത്തി നിന്ന് അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന ചൊല്ലാറുണ്ട്. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ജീവിതം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും അങ്ങനെ തന്നെ ദൈവം മുന്നോട്ട് കൊണ്ടുപോകും. ഇത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഇതൊരു പ്രചോദനമാകട്ടെ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹാവേ മരിയ. പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് പ്രത്യേകമായിട്ട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഒരു മരിയൻ ഉടമ്പടി എന്താണെന്ന് ചോദിച്ചാൽ അതിലൊരു ഒറ്റ ഉത്തരമാണ് ഈ സാക്ഷ്യം. ഉടമ്പടിയെക്കുറിച്ച് ഗാഢമായി പഠിക്കുകയും അതിൻ്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് ആഴമായി ബോധ്യപ്പെട്ടുകൊണ്ട് തന്നെ അത് അനുസരിച്ച് ജീവിക്കാൻ പരിശ്രമിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ സാക്ഷ്യം. ഇത് അനേകർക്ക് ഒരു വലിയ ബോധ്യം തന്നെയാണ്. കാരണം പരിശുദ്ധ അമ്മ എപ്പോഴും ആഗ്രഹിക്കുന്നത് ദൈവത്തോടൊപ്പം ചേർന്ന് നിൽക്കണം എന്നുള്ളതാണ്. അത് നിങ്ങൾ നേടിയെടുത്തല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. ഈ കൃപ സ്വായത്തമാക്കാൻ എപ്പോഴും ഉടമ്പടിയിൽ നിലനിൽക്കുകയും അതിനനുസരിച്ച് ജീവിതം മുന്നോട്ട് കൂടുകയും ചെയ്തതിന് അങ്ങനെ കൂടുതൽ കൃപയിലേക്ക് നിറയാനായിട്ട് സാധിച്ചു. പരിശുദ്ധ അമ്മ ഈ വലിയ ബോധ്യങ്ങളിലൂടെ, വലിയ അത്ഭുതകരമായ ഇടപെടലിലൂടെ നയിച്ചതിന് അമ്മയ്ക്ക് ഈശോയ്ക്ക് കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് തൃത്വിക ദൈവത്തെ മഹത്വപ്പെടുത്തി കരമടിച്ച് അവിടുത്തെ ആരാധിക്കാം. ഈശോയെ നന്ദി, ഈശോ ആരാധന, ഈശോയെ മഹത്വം. എൻ്റെ പേര് ഐശ്വര്യ. ഞാൻ പള്ളിക്കുട്ടമേന്ന് പറയുന്ന കുട്ടനാടെന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത്. എൻ്റെ ജീവിതത്തിൽ മാതാവ് എനിക്ക് തന്ന ഒരു വലിയ സാക്ഷ്യം പറയാനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഞാൻ +2 കഴിഞ്ഞിട്ട് ഏകദേശം 2 തവണ BSc നേഴ്സിംഗ് അഡ്മിഷന്, അതായത് +2 കഴിഞ്ഞ് ഞാൻ ആദ്യം BSc നേഴ്സിങ്ങിന് ഗവൺമെൻറ്റിൽ അലോട്ട്മെൻറ്റിന് വെച്ചു. എനിക്ക് അലോട്ട്മെൻറ്റ് ഒന്നാമത്തെ അലോട്ട്മെൻറ്റിൽ തന്നെ എനിക്ക് മതിലകം SH നേഴ്സിംഗ് കോളേജിൽ തന്നെ എനിക്ക് അഡ്മിഷൻ കിട്ടുകയും ചെയ്തു. പക്ഷേ ഞാൻ അവിടെ ചേർന്നു. ഒക്ടോബറിലാണ് ഞാൻ അവിടെ ചേർന്നത്. 2016 ഒക്ടോബറിലാണ് ഞാൻ അവിടെ ചേർന്നത്. ഞാനവിടെ ചേർന്നു. എനിക്ക് തുടർന്നൊരു 2 മാസം എനിക്കവിടെ പഠിക്കാം. എനിക്കറിയത്തില്ല എനിക്ക് പഠിക്കാനായിട്ട് പറ്റുന്ന. ഏത് വർഷമാണ്? 2019 2016-17 ആ വർഷത്തിലാണ് ഞാൻ SH ചേർന്നത്. 2 വർഷം എൻ്റെ ഡ്രോപ്പ് ഔട്ട് ആയായിരുന്നു. അങ്ങനെ ഞാനവിടെ ചേർന്ന് എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല. എനിക്കറിയത്തില്ല, എന്നെ തന്നെ ഒരു വല്ലാത്ത ഭാരം വന്നങ്ങ് മൂടുക. പുസ്തകം എടുക്കുമ്പോൾ എനിക്ക് എല്ലാവരും ഇരുന്ന് പഠിക്കുമ്പോൾ എനിക്കങ്ങ് സങ്കടം, എനിക്കൊന്നും പഠിക്കാൻ പറ്റുന്നില്ല. എനിക്കങ്ങ് ആകപ്പാടെ വിഷമമായി. ഞാനങ്ങ് കരച്ചിലോ, എനിക്ക് ഫുഡൊന്നും കഴിക്കാൻ എനിക്ക് അവിടുത്തെ കഴിക്കാൻ തോന്നുന്നില്ല. അത് മനസ്സിലെന്തോ ഒരു ഭാരം, അകപ്പാടെ വെയിറ്റൊക്കെ അങ്ങ് കുറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെയൊന്നും അല്ല ഇരുന്നത്. എൻ്റെ രൂപമൊക്കെ വേറൊരു രൂപമായിരുന്നു. എന്നിട്ട് ഞാൻ അവിടുന്ന് സഹിയിട്ട് എനിക്ക് പറ്റുന്നില്ലാതായി. ഞാൻ
അവിടുന്ന് കോഴ്സ് ഡ്രോപ്പ് ഔട്ട് ചെയ്തു. ഞാൻ ഡ്രോപ്പ് ഔട്ട് ചെയ്ത് അവിടുന്ന് സർട്ടിഫിക്കറ്റ്സ് എല്ലാം വാങ്ങിച്ചു. ഞാൻ വീട്ടിൽ വന്നു. 1 വർഷം ഞാൻ എല്ലാവരും എന്നോട് ചോദിക്കുക എന്താ ഇനിയും പ്ലാൻ. എനിക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാൻ നിൽക്കുക. എന്തായാലും അടുത്ത വർഷം ഒന്നുകൂടെ ചേരാം എന്നൊരു രീതിയിൽ തന്നെ ഞാൻ ആ 1 വർഷം വീട്ടിൽ തന്നെ ഇരുന്നു. 2ാം വർഷം ആ ഇയർ കഴിഞ്ഞു. പിന്നെയും അടുത്ത ഇയറിൻ്റെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ അഡ്മിഷൻ്റെ അടുത്ത വർഷത്തെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ വീണ്ടും ഗവൺമെൻറ് അലോട്ട്മെൻറ്റ് BSc നഴ്സിംഗിന് തന്നെയാണ് ഞാൻ വെച്ചത്. അങ്ങനെ ഞാൻ മുത്തൂറ്റ് പത്തനംതിട്ട നഴ്സിംഗ് കോളേജിൽ അഡ്മിഷൻ എനിക്ക് അതിലും കിട്ടി. ഞാൻ അവിടെ ചെന്ന് ചേരുമ്പോൾ ഒന്നും എനിക്ക് അത്ര വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. കോളേജിലോട്ട് ചേർന്ന് കഴിയുമ്പോൾ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. എൻ്റെ മനസ്സിൽ എന്തോ ഒരു ഭാരം, എനിക്ക് എന്തോ ഒന്ന് വന്ന് എന്നെ അങ്ങ് തളർത്തി കളയുന്ന പോലെ എനിക്കങ്ങ് തോന്നുമായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് എനിക്ക് പറ്റാതെ വന്ന് കോളേജിൽ എൻ്റെ ഈ അവസ്ഥ കണ്ടിട്ട് അവർ തന്നെ എൻ്റെ വീട്ടുകാരെ വിളിച്ച് പറഞ്ഞു, കുട്ടിയെ തുടർന്ന് പഠിപ്പിക്കാൻ പറ്റത്തില്ല, വിളിച്ചുകൊണ്ട് പൊക്കോളാൻ പറഞ്ഞു. അപ്പം എൻ്റെ പേരൻസ് ആകെപ്പാടെ തകർന്നു പോയി. ഞാൻ ഒരു കൊച്ചേ ഉള്ളൂ. അവർക്ക് ഒരുപാട് പ്രതീക്ഷയോടുകൂടി അവരെന്നെ വളർത്തുന്ന, പക്ഷേ എനിക്കും പറ്റുന്നില്ലാത്ത അവസ്ഥയിലായി. അവരെന്നെ വന്ന് വീണ്ടും അവർ സർട്ടിഫിക്കറ്റ് അഡ്മിഷനെല്ലാം ക്യാൻസൽ ചെയ്തു. സർട്ടിഫിക്കറ്റ് എല്ലാം തിരിച്ചു തന്നു. ഞാൻ വീണ്ടും 1 വർഷം ഓൾറെഡി പോയി. ഇത് 2nd ഇയറാണ്, 2ാമത്തെ വർഷമാണ്. എന്നിട്ടും എനിക്ക് പഠിക്കാൻ പറ്റുന്ന ഞാൻ വീണ്ടും സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് വീട്ടിൽ വന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ എല്ലാവരും കഴിഞ്ഞ വർഷം വന്ന് ചോദിച്ച ചോദ്യങ്ങളാണ്. അയ്യോ എന്ത് ചെയ്യും ഇനി, അയ്യോ ഇങ്ങനായി എന്താ ഇങ്ങനെ ചോദിച്ച ചോദ്യങ്ങൾ എൻ്റെ ഫ്രണ്ടിൽ വന്നിരിക്കുക. എൻ്റെ മനസ്സിൽ വേറെ ഒന്നുമില്ല. എൻ്റെ ദൈവമേ എനിക്ക് പറ്റുന്നില്ലല്ലോ എന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ മനസ്സിൽ. അപ്പോൾ എനിക്കിങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സിലുണ്ട്, ഇനി എനിക്ക് ആത്മഹത്യ മാത്രമേ ഉള്ളൂ വഴി. എനിക്കിനി നാട്ടുകാരുടെ മുമ്പിൽ നോക്കാൻ വയ്യ, അല്ലെങ്കിൽ ബന്ധുക്കാരുടെ മുമ്പിൽ നോക്കാൻ വയ്യാത്തൊരവസ്ഥയാണ്, എനിക്ക് ആത്മഹത്യ ഉള്ളൂ വഴി എന്നും പറഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നപ്പം എൻ്റെ പപ്പ പറഞ്ഞു, നമുക്ക് കൃപാസനത്തിൽ വരാം, നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. അപ്പം അന്ന് തൊട്ട് ചൊവ്വാഴ്ചകളിൽ പപ്പ ഇവിടെ വന്ന് എല്ലാ ചൊവ്വാഴ്ചകളിലും കൃപാസനത്തിൽ വന്ന് ഉടമ്പടി ധ്യാനത്തിൽ കൂടി എനിക്ക് വേണ്ടി ശരിക്കും പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം എല്ലായിടത്തും അഡ്മിഷൻ ക്ലോസ് ചെയ്ത സമയമായി. ഇനിയിപ്പോൾ ഒരു പുതിയ അഡ്മിഷൻ, അതൊന്നും സ്വപ്നം പോലും കാണാൻ വയ്യാത്ത അവസ്ഥയിലായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഈ പുറത്തേക്ക് നഴ്സിംഗ് കോളേജിൽ ഇങ്ങനെ അഡ്മിഷൻ എടുത്തിരുന്ന ഏജൻറ്റിൻ്റെ നമ്പർ ഞങ്ങൾക്ക് ഒരാൾ വഴി കിട്ടി. അങ്ങനെ ഞങ്ങളൊന്ന് വിളിച്ച് ചോദിച്ചു, ഒരു സീറ്റെങ്കിലും ഉണ്ടോ എന്ന് വിളിച്ച് ചോദിച്ചപ്പോൾ ഒരു സീറ്റുണ്ട് ബാംഗ്ലൂരിൽ സിദ്ധാർത്ഥ മെഡിക്കൽ കോളേജിൽ ഒരു സീറ്റുണ്ട്, പക്ഷേ ഇച്ചിരി പൈസ കൂടുതലാകും, നിങ്ങൾ റെഡി ആണോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ റെഡിയാണ്. ഞങ്ങൾ ശരിക്കും മാതാവിനോട് പ്രാർത്ഥിച്ച് ഞാൻ പോയപ്പോൾ ഒന്നും എനിക്ക് വലിയ പ്രശ്നമില്ലായിരുന്നു. അവിടെ ചെന്നപ്പം പതിയെ വരുന്നുണ്ട് ഓരോ മനസ്സ്. എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല. എന്തിനാണ് ഞാൻ കരയുന്നതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. പുസ്തകം തുറക്കുമ്പോൾ അങ്ങ് കരച്ചില്ല, എന്തിനാണെന്ന് എനിക്കും അറിയത്തില്ല. പഠിക്കാനൊന്നും പറ്റുന്നില്ല. അങ്ങനെയായി ഞാൻ അവിടെ എങ്ങനെയോ ഒക്കെ 2-3 മാസം കഴിഞ്ഞു. അങ്ങനെ ഡിസംബർ ക്രിസ്മസ് വെക്കേഷനായി. ക്രിസ്മസ് വെക്കേഷൻ എനിക്ക് ആദ്യമൊന്നും അത്ര വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. പ്രാർത്ഥനയോടൊന്നും ഞാൻ അത്ര വലിയ താല്പര്യമൊന്നും കാണിക്കാത്ത, പള്ളിയിലൊന്നും വലുതായിട്ടൊന്നും പോകാത്തൊരു വ്യക്തിയായിരുന്നു. പക്ഷേ അന്ന് ഞാൻ ഡിസംബറിൽ വെക്കേഷൻ ഇവിടെ വന്ന് ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുവാണ്. ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ ഇവിടെ വാതുക്കയിൽ SH പഠിക്കുമ്പോഴും ഇതിൻ്റെ വാതുക്കയിൽ കൂടെ പോകുമ്പോൾ ജസ്റ്റ് പ്രാർത്ഥിച്ചിട്ട് പോകുന്നതല്ലാതെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ കയറിയില്ലായിരുന്നു. ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്ന് ഞാൻ അവിടെയാണ് നിന്നത്. അവിടെ ജനക്കൂട്ടം ഇഷ്ടം പോലെ ജനമായിരുന്നു. പക്ഷേ എനിക്ക് അന്ന് അവിടെ നിൽക്കാനേ പറ്റിയത്. അപ്പം അച്ഛൻ ഇവിടെ ആരാധന സമയത്ത് ഇങ്ങനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ പപ്പായും അമ്മയുടെ അമ്മയൊക്കെ ആയിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇച്ചിരി ഫ്രണ്ടിലോട്ട് നീങ്ങി നിൽക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് തലയ്ക്കകത്ത് എന്തൊക്കെയോ പോലെ വന്നിട്ടൊരു തലകറക്കം പോലെ വന്നു. ഞാൻ അവിടെ മോന്തയും കുത്തിയടിച്ച് വീണു. അച്ഛൻ സുസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ അവിടെ നിൽക്കുമായിരുന്നു. അപ്പോൾ അവിടെ എന്തോ എൻ്റെ നെറ്റി കുത്തി കയറാനുണ്ടായിരുന്നെന്ന് എനിക്കറിയത്തില്ല. അവിടെ കുറേ ചെരുപ്പുണ്ടായിരുന്നു, കുറേ ആൾക്കാരുണ്ടായിരുന്നു, അതിനപ്പുറം വേറെ ഒന്നും അവിടെ ഇല്ലായിരുന്നു. ഞാൻ മോന്തയും കുത്തി അടിച്ച് വീണു. അതിൻ്റെ നെറ്റിലെ പാട് എനിക്ക് ഇപ്പോഴും ഉണ്ട് ഇവിടെ. അപ്പം ഇവിടെ ഇങ്ങനെ നെറ്റി ഇങ്ങനെ 2ആയിട്ട് പിടർന്നിട്ട് ഇവിടെ ഇങ്ങനെ ചോര ഇങ്ങനെ ഒലിച്ചുകൊണ്ട് ഞാൻ 5 മിനിറ്റ് ഇവിടെ വന്ന് നിന്നുള്ളൂ കൃപാസനത്തിൽ. അപ്പോൾ ഇവിടെ നിന്നുള്ള ആൾക്കാരെല്ലാം എന്നെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി സ്റ്റിച്ചിട്ടു. അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിൽ ചെന്നു. അന്ന് എനിക്ക് വന്നിട്ട് നല്ല വിഷമം ഉണ്ടായിരുന്നു. ഒരു തവണ പോലും ഇവിടെ വന്നിട്ട് എനിക്കൊന്ന് മുഴുവനായിട്ട് ഇവിടുത്തെ കർമ്മങ്ങളിലൊന്നും എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല എന്നും പറഞ്ഞ് പിന്നെ ഞാൻ അങ്ങനെ വന്നു. പിന്നെ ഞാൻ തിരിച്ച് വെക്കേഷനൊക്കെ കഴിഞ്ഞ് കോളേജിൽ തിരിച്ചു പോയി കഴിഞ്ഞപ്പോൾ വീണ്ടും കൊറോണയൊക്കെ വന്നു. പിന്നെ കൊറോണ വന്ന് തിരിച്ച് വീട്ടിൽ വന്ന് ഓൺലൈനായി ക്ലാസ്സൊക്കെ. അങ്ങനെ ഒരു സമയത്താണ് ഓൺലൈൻ ഉടമ്പടി ഇവിടുന്ന് തുടങ്ങിയത്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ ആദ്യം വെച്ച നിയോഗമായിരുന്നു, എനിക്ക് BSc നഴ്സിംഗ് എങ്ങനെയും ഒന്ന് പാസ്സാകണേ കർത്താവേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളായിരുന്നു. ഞാൻ അങ്ങനെ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് എല്ലാ ദിവസവും പിന്നെ പള്ളിയിൽ പോകാൻ തുടങ്ങി. വ്യക്തിപരമായ പ്രാർത്ഥനകളൊക്കെ മണിക്കൂറുകൾ ചെയ്യാൻ തുടങ്ങി. പിന്നെ ഓൺലൈൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഓഫ്ലൈനായിട്ട് എക്സാമിൻ്റെ ടൈം ടേബിൾ വന്നപ്പം തിരിച്ച് വിളിച്ചപ്പോഴത്തേക്ക് എക്സാമിൻ്റെയൊക്കെ സ്റ്റഡി ലീവിന് ഓരോരുത്തരൊക്കെ വെളുപ്പിനെ 3 മണിക്കും 4 മണിക്കും ഒക്കെ ഇരുന്ന് അങ്ങ് പഠിക്കുക. എനിക്കതൊന്നും പറ്റുന്നില്ല. ഞാൻ ആ സമയത്തും കൂടി ഇരുന്ന് എൻ്റെ ദൈവമേ എന്നെക്കൊണ്ട് പഠിക്കാൻ പറ്റുന്നില്ല, എൻ്റെ ദൈവമേ എനിക്ക് നീ മാത്രമേ ഉള്ളൂ ആശ്രയം എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ പഠിച്ചിട്ടില്ല, ഞാൻ എവിടെയും വിളിച്ച് പറയുന്നത് ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ പഠിക്കാതെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ശ്രമിച്ചു. അതിനപ്പുറം ഞാൻ വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോൾ നല്ല
ടഫ് എക്സാം ആയിരുന്നു. എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പം ക്വസ്റ്റ്യൻ കണ്ടിട്ട് എല്ലാവരും കരയുവായി, എനിക്കും കരച്ചിൽ വരുന്നുണ്ട്. തോക്കുമെന്ന് ഉറപ്പായി. കാരണം ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് പോലും കറക്റ്റായിട്ട് എഴുതാൻ പറ്റാത്ത അവസ്ഥ. കാരണം അതുപോലെ നല്ല ടഫ് ക്വസ്റ്റ്യൻ പേപ്പർ. ക്വസ്റ്റ്യൻ നമ്പർ ഇടുന്നിടം വരെ എനിക്ക് അറിയത്തില്ല ഈ ക്വസ്റ്റ്യൻ എന്ത് ആൻസർ എഴുതുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ സമയമാകുമ്പം ക്വസ്റ്റ്യൻ നമ്പർ ഇട്ട് അങ്ങോട്ട് എഴുതാനായിട്ട് തുടങ്ങുമ്പോൾ ആരൊക്കെയോ വന്ന് പറഞ്ഞു തരുന്ന പോലെ ഓരോ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ്. അങ്ങനെ ആ ഓരോ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സും എങ്ങനെ എഴുതി തീർത്തു ആ ബുക്ക്ലെറ്റ് എന്ന് എനിക്കും അറിയത്തില്ല. അങ്ങനെ എക്സാംസ് എല്ലാം കഴിഞ്ഞു കുറച്ച് ഒരു 3 ആഴ്ച കഴിഞ്ഞപ്പോൾ റിസൾട്ട് വരുന്നത്. റിസൾട്ട് വന്നപ്പം കർണാടകയിൽ അത്രയും 160 കോളേജ് ഉണ്ടായിരുന്നതിൽ വെറും 13%, അതായത് 100%-ൽ വെറും 13% മാത്രമേ പിള്ളേർ കർണാടകയെ ജയിച്ചുള്ളൂ. ഞങ്ങളുടെ കോളേജിൽ 80 പിള്ളേർ എഴുതിയതാണ്. 80 പിള്ളേർ എഴുതിയെങ്കിൽ 15 പിള്ളേർ മാത്രമേ BSc നഴ്സിംഗ് ഫസ്റ്റ് ഇയർ എക്സാം പാസ്സായുള്ളൂ. അതിൽ ഡിസ്റ്റിങ്ഷനോട് എൻ്റെ ദൈവം എന്നെ പാസ്സാക്കി. എങ്ങനെയെന്ന് എനിക്കും അറിയത്തില്ല. ചോദിക്കുന്നവരോട് ഞാൻ പറഞ്ഞു ഞാൻ പഠിച്ചിട്ടില്ല, എങ്ങനെയെന്ന് എനിക്കും അറിയത്തില്ല. പക്ഷേ ഇന്ന് ഞാൻ കോളേജിലും ക്ലാസ്സിലും യൂണിവേഴ്സിറ്റിയിലും വെച്ച് ഏറ്റവും നല്ല മാർക്കോടുകൂടി ഫസ്റ്റ് ഇയർ ഡിസ്റ്റിങ്ഷനോടെ തന്നെ പാസ്സായി. പിന്നെ രണ്ടാമത്തെ ഒരു അത്ഭുതം എന്ന് പറഞ്ഞാൽ എൻ്റെ പപ്പായുടെ ചേച്ചിയുടെ മോന് 4 വർഷമായിട്ട് മക്കളില്ലായിരുന്നു. അപ്പോൾ ഞാൻ രണ്ടാമത് നിയോഗം വെച്ചത് ചേട്ടനൊരു കൊച്ചിനെ കൊടുക്കണേന്നായിരുന്നു. അപ്പോൾ അവർ അയർലൻഡിലാണ്. അപ്പോൾ അവർക്ക് കൊച്ചുങ്ങളില്ലാതെ വിഷമിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് കഴിഞ്ഞ മാസം ചേച്ചി ഒരു പെൺകൊച്ചിന് ജന്മം കൊടുത്തു, ആരോഗ്യമുള്ളൊരു കൊച്ചിന് ജന്മം കൊടുത്തു. കരങ്ങളടിച്ച് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. വലിയൊരു സാക്ഷ്യമാണ് ആലപ്പുഴയിൽ നിന്ന് വന്ന ഐശ്വര്യ എന്ന ഈ മകള് പങ്കുവച്ചത്. കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പപ്പ ഉടമ്പടി എടുത്തായിരുന്നോ? ഓൺലൈനിൽ വന്ന് പ്രാർത്ഥിച്ചുള്ളൂ, ഉടമ്പടി എടുത്തില്ലായിരുന്നു അല്ലേ? ഓക്കെ. അപ്പോൾ വലിയൊരു സാക്ഷ്യമാണ്. കാരണം ഈ മകള് 2016-ലാണ് +2 പാസ്സായത് അല്ലേ? 2016 +2 പാസ്സായി. അതിനുശേഷം 2 നഴ്സിംഗ് കോളേജിൽ അഡ്മിഷൻ എടുത്തെങ്കിലും ആ മകൾക്ക് അത് പൂർത്തിയാക്കാൻ പറ്റിയില്ലെന്നാണ് പറഞ്ഞത്. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഓരോരോ തടസ്സങ്ങളാണ്. അത് മുഴുമിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥ, മറ്റ് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ, ഒന്നും ഇഷ്ടപ്പെടുന്നില്ല, അങ്ങനെ ആകെ ബുദ്ധിമുട്ട്. അപ്പോൾ ഈ മകള് ഒരു തീരുമാനം എടുത്തു. എന്താണ് തീരുമാനിച്ചത്? ഇങ്ങനെയൊരു വിഷമം വന്നപ്പോൾ എന്താണ് തീരുമാനിച്ചത്? ഈ മകൾക്ക് പ്രത്യാശ നഷ്ടപ്പെട്ടു എന്നാണ് ഈ മകൾ പറഞ്ഞത്. പ്രത്യാശ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സാത്താനാണ് അങ്ങനെ ഒരു ചിന്ത തോന്നിപ്പിക്കുന്നത് ഒരു വ്യക്തിയെ കൊണ്ട്. എന്നെ ഒന്നിനും കൊള്ളത്തില്ല, ഇനി മരിച്ചാൽ മതി എന്നുള്ളൊരു ചിന്തയായിരുന്നു ഈ മകൾക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ മകളെക്കുറിച്ച് പരിശുദ്ധ അമ്മയ്ക്ക് വലിയ കരുതലുണ്ടായിരുന്നു. ഈ മകള് 2ാമത്തെ നഴ്സിംഗ് കോളേജിൽ നിന്ന് ഡ്രോപ്പ് ഔട്ടായിട്ട് അവിടെ നിന്ന് സ്വയം അഡ്മിഷൻ ക്യാൻസൽ ചെയ്ത് വീട്ടിൽ വരുമ്പോൾ പപ്പ പറഞ്ഞു, നമുക്ക് കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കാം. അത് പരിശുദ്ധ അമ്മ തന്നെ ഈ മകളോട് കാണിച്ച വലിയൊരു കരുതലിൻ്റെ ഒരു അടയാളമാണ്. അങ്ങനെ കൃപാസനത്തിൽ വന്നു. ഈ മകളും ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുക്കാൻ വന്നെങ്കിലും ആ മകൾക്ക് ആ ശുശ്രൂഷ 5 മിനിറ്റ് പോലും ഇവിടെ നിന്ന് സമാധാനത്തോടെ കൂടാൻ പറ്റിയില്ലെന്നാണ് പറഞ്ഞത്. അവിടെയും വലിയൊരു തടസ്സം ഈ മകൾക്ക് നേരിട്ടു. പക്ഷെ പരിശുദ്ധ അമ്മ വീണ്ടും ഈ മകളെ ചേർത്ത് നിർത്തി ഓൺലൈനിൽ ഉടമ്പടി എടുത്ത് ഈ വിഷയം സമർപ്പിച്ചു. തുടർന്ന് ഒരു പുതിയ വഴി ജോഷ്യം 3:4 പ്രകാരം എല്ലാ സ്ഥലത്തും അഡ്മിഷൻ ക്ലോസ് ചെയ്ത സമയത്തും ആ മകള് ആ വർഷം അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ വീണ്ടും 1 വർഷം പോകും അല്ലേ? വീണ്ടും 1 വർഷം ഈ മകളുടെ വെറുതെ നഷ്ടപ്പെടും. അപ്പോൾ ഓൺലൈനിൽ ഉടമ്പെടുത്ത ശേഷമാണോ ഈ അഡ്മിഷൻ കിട്ടിയത്? അതിനും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മാതാവ് ഒരു പുതിയ വഴി ഈ മകൾക്ക് തുറന്നു കൊടുത്തു. ജോഷ്യം 3:4 തിരുവചനം അനുസരിച്ച് പുതിയ വഴി. അപ്പോൾ ആ പുതിയ വഴിയിൽ അമ്മ ഈ മകളെ കരുതിയിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് പഠിക്കുന്നൊരു കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ ആ മകൾക്ക് അത് ഇഷ്ടപ്പെടാവുന്ന രീതിയിലുള്ളൊരു സറൗണ്ടിങ്സ് പരിശുദ്ധ അമ്മ അവിടെ ഉണ്ടാക്കി. ഈ മകള് ആഴമായ പ്രാർത്ഥനയിലോട്ട് കടന്നു വന്നു എന്നാണ് പറഞ്ഞത്. പ്രെയർ ഹാബിറ്റ് അല്ലേ? മൈക്ക് അടുപ്പിച്ച് വെച്ച് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ റൂമിലുള്ള റൂംമേറ്റ്സ് ഉണ്ട്, അവർ കളിയാക്കുമായിരുന്നു, എന്തിനാ ഇത്രയും പ്രാർത്ഥിക്കുന്നേ, പ്രാർത്ഥിച്ചാൽ മാത്രം പോരല്ലോ, സ്വന്തമായിട്ട് അധ്വാനിക്കുകയും കൂടെ വേണ്ടേ, എന്നാലല്ലേ മാതാവ് ജയിപ്പിക്കത്തു. പക്ഷെ എനിക്ക് പരിപൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു, ഞാൻ എത്ര പഠിച്ചാലും ഇനിയും പാസ്സാകണം നടക്കുന്ന കാര്യമൊന്നുമല്ല, ദൈവം തീരുമാനിക്കണം എന്നൊരു ബോധ്യം എനിക്കുണ്ടായിരുന്നു. എന്നെ ഒത്തിരിയും കളിയാക്കിയിട്ടുണ്ടായിരുന്നു റൂമിലൊക്കെ ഉള്ളത്. പക്ഷെ ഞാനത് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ ഈ മകൾ ചെയ്തതാണ് പ്രാർത്ഥനയുടെ സമയം കൂട്ടി. ദൈവം ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. ഒരു വ്യക്തിയിലെ ഈ പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ദൈവം സ്വന്തമായിട്ട് ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ
അവനെ കടത്തിക്കൊണ്ടു പോകുന്നത്. നിയമാവർത്തനം 8:3 തിരുവചനമാണ്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് അവൻ ജീവിക്കുന്നതെന്ന് അവനെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ജീവിതത്തിൽ നമ്മളെ എളിമപ്പെടുത്തുന്ന ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഈ മകളെ അങ്ങനെ കർത്താവിനെ കൂടുതൽ അറിയാനായിട്ടുള്ളൊരു അവസരമായിട്ട് ഇത് മാറി. ഇന്ന് ആ മകൾ പറഞ്ഞതുപോലെ ഫസ്റ്റ് ഇയർ എക്സാമിൻ്റെ സമയത്ത് ചെറുതായിട്ടൊക്കെ പഠിച്ചെങ്കിലും വലുതായിട്ടൊന്നും പഠിച്ചില്ലായിരുന്നു. പക്ഷേ ആ മകൾക്ക് എക്സാം ഹാളിൽ ഓരോ ക്ലാസ്സിൽ ഡിക്റ്റേറ്റ് ചെയ്യണ പോലെ തന്നെ അല്ലേ സ്വരം കേട്ടു. ആ മകൾ ആ എക്സാം എഴുതി കോളേജിൽ ഇപ്പോൾ ടോപ്പാണ് അല്ലേ, കോളേജിൽ ടോപ്പായിട്ട് പാസ്സായി എന്നാണ് പറഞ്ഞത്. എഫേസ്യൻസ് 2:8 തിരുവചനമാണ്. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ എപ്പോഴും പറയുന്നൊരു വചനമാണ്, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ദ ഗ്രേസ്. നമ്മുടെ ജീവിതത്തിൽ ഇതേപോലെ കുറേ തടസ്സങ്ങൾ, എത്ര പരിശ്രമിച്ചിട്ടും ഈ മകൾ 2 കോളേജിലാണ് പോയത്. അപ്പോൾ നമുക്ക് മനസ്സിലാവും സാക്ഷ്യത്തിൻ്റെ വലിയൊരു സാക്ഷ്യമാണത്. കാരണം 2 കോളേജിൽ ചെന്നിട്ടും ആ മകൾക്ക് പഠനം പുരോഗമിപ്പിക്കാൻ പറ്റിയില്ല. അപ്പം അവിടെയാണ് അത്യുന്നതിൻ്റെ ശക്തി പ്രവർത്തിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ആ വലിയ ഇടപെടലുണ്ടായതുകൊണ്ട് ആ മകളുടെ മനസ്സിനെ മാറ്റിക്കളഞ്ഞു ദൈവം. അങ്ങനെ ആ മകൾക്ക് ഇപ്പോൾ നല്ലൊരു വിജയം കൊടുത്തു. അപ്പോൾ നല്ലൊരു മദറിനെ കുറിച്ച് പറയുന്നത് ഹോപ്പാണ്, ഹോപ്പ് നൽകുന്ന മാതാവാണ്, പ്രത്യാശയുടെ മാതാവാണ്. അപ്പോൾ കൃപാസനത്തിലെ അമ്മ ഉടമ്പടി മാതാവാണ്. അപ്പോൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഓൺലൈനിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഈ മകള് എല്ലാ വിഷയത്തിനും നല്ല ഉയർന്ന മാർക്കോടി പാസ്സായി വളരെ സന്തോഷവതിയായിട്ടാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. അതുപോലെ തന്നെ ഓൺലൈൻ ഉടമ്പടിയിൽ വെച്ച 2ാമത്തെ വിഷയം കുഞ്ഞിനെ ലഭിക്കുക എന്നുള്ളതായിരുന്നു, കസിന്. അപ്പോൾ അതും ലഭിച്ചു എന്നാണ് സാക്ഷ്യപ്പെടുത്തി. ഈ മകൾക്ക് കിട്ടിയ അനുഗ്രഹം, കുടുംബത്തിന് കിട്ടിയ എല്ലാ ദൈവാനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ.